ഇതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമത്തേത് എന്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ചിട്ടൊരു വളരെ നീണ്ട ഒരു പ്രസൻറ്റേഷൻ മുന്നേ ഇത് മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ട്. വിശ്വാസം അതല്ലേ എല്ലാം 13.8 എന്ന് പറയുന്ന ചാനൽ യൂട്യൂബിൽ കിടപ്പുണ്ട്. വിശദമായിട്ടത് കാണേണ്ട ആളുകൾക്ക് കാണാം, കാരണം അത് വേറെ ഒരു വലിയൊരു സബ്ജക്റ്റാണ്. എന്നാലും ചെറിയൊരു തോതിൽ അതിൻ്റെ ഒരു ഉള്ളടക്കം മാത്രം പറഞ്ഞു പോകാമെന്നാണ് കരുതുന്നത്. നമ്മൾ സാധാരണ പറയുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് ഡോക്ടർമാർ അതല്ലെങ്കിൽ ഇതുപോലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പറയും, മരുന്നൊക്കെ കൊടുത്ത് ICUലേക്കൊക്കെ കയറ്റി സിനിമയിലൊക്കെ കണ്ടു കാണും, ചുമന്ന ബൾബ് കത്തിച്ചിട്ട് പറയും ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തടിയുരുന്നൊരു പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഡോക്ടർമാർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മരുന്നുകൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോമിയോ ഡോക്ടർമാരൊക്കെ പറയുന്നതാണ്, കുറച്ച് വിശ്വാസം കൂടി വേണം മരുന്നിലൊക്കെ, എന്നാലാണ് മരുന്ന് വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് മരുന്നിലുള്ള ഒരു വിശ്വാസം. പക്ഷേ ഈ പാരസെറ്റമോളിൽ വിശ്വസിക്കണമെന്നൊന്നും ആരും പറയാറില്ല, ഉണ്ടോ? പക്ഷേ ചില മന്ത്രിച്ചൂതിയ സാധനം കൊടുക്കുമ്പോൾ അതല്ലെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും ഇതൊക്കെ മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ മാറും എന്ന് പറയും, അല്ലേ? മറ്റേതാണെങ്കിലോ ഒരു ടാബ്ലറ്റ് നമ്മൾ എഴുതുന്നു, ഇന്നതാണ്, ഇന്ന മരുന്നിനുള്ള അസുഖത്തിനുള്ളതാണ്, ഇത് കഴിച്ചാൽ മാറാനുള്ള സാധ്യത പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇത്ര ശതമാനമാണ്, 70%, അല്ലെങ്കിൽ ഇന്ന സർജറി ഇത് ചെയ്താൽ ഇത് മാറാനുള്ള സാധ്യത ഇത്രയാണ്, അല്ലെങ്കിൽ പോട്ടെ നിങ്ങളുടെ അസുഖം ഇത്രമാത്രം വേഴ്സാണ്, കുഴപ്പം പിടിച്ച സ്ഥിതിയിലാണ് നിങ്ങളിരിക്കുക, അഡ്വാൻസ്ഡ് സ്റ്റേജാണ്, ഈ സ്റ്റേജിൽ നിങ്ങൾ രക്ഷപ്പെടാനുള്ള സാധ്യത എന്ന് പറയുന്നത് നിങ്ങൾ 70% 6 മാസത്തിനുള്ളിൽ മരിക്കാനുള്ള സാധ്യതയാണ് എന്ന് നമ്മൾ പറയുന്നത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. അതുവരെയുള്ള ഡാറ്റ അനാലിസിസ് നടത്തിയിട്ടാണ് നമ്മൾ പറയുന്നത്. അതിലൊന്നും ഒരു വിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭക്തിയുടെയോ ആവശ്യമില്ല എന്നുള്ളതാണ്. കണക്കുകളാണ് അവിടെ, പ്രോബബിലിറ്റിയാണ് അവിടെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു സുഹൃത്തിൻ്റെ വണ്ടിയുടെ പുറത്തുള്ളതാണ്, എല്ലാവരും എഴുതി വെക്കാറുണ്ട്, എന്താണ് യേശുവാണ് ഈ വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ എന്താണ് തവക്കൽത്തു അലല്ലാ, അതായത് ദൈവത്തിന് ഭരമർപ്പിക്കുന്നു, ദൈവം കാത്തുരക്ഷിക്കും എന്നൊക്കെയാണ് എല്ലാവരും വണ്ടിയിൽ എഴുതി വെക്കാറ്. ഇത് എഴുതി വെച്ചത് ഇതിനകത്ത് സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഫോർഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡിങ്കനാണ്. ഓക്കെ, ഡിങ്കൻ ഉണ്ടെങ്കിലാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്കൊക്കെ പരീക്ഷിക്കാവുന്ന കാര്യമാണ്. വളരെ ഇവിടെ തന്നെ നമ്മൾ മുന്നേ ഇത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇതേപോലെ ഒരു ഇതൊക്കെ എഴുതി വെക്കുന്നത് വളരെ സട്ടിലായിട്ടുള്ള മെസ്സേജസ് ആണ് നമുക്ക് സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്നത്. ചിന്തിപ്പിക്കും. എന്തായാലും ഹോൺ അടിച്ച് നമ്മൾ പിന്നാലെ കൂടും, ബ്ലോക്കാണ് എല്ലായിടത്തും. ആ പോണ വഴിക്ക് ഒരു 10 ആളെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു അവസരമാണത്. അപ്പോൾ അത്തരം ചില സംഗതികളൊക്കെ നിങ്ങളുടെ തലയിൽ ഉദിക്കുന്ന ആശയങ്ങൾക്ക് അനുസൃതമായിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം ആശയങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ ഫെയ്ത്തും ട്രസ്റ്റും പറഞ്ഞു. അതൊന്നുകൂടി മനസ്സിലാക്കാൻ കുറച്ചും കൂടി ഒരു പ്രോബ്ലം ബേസ്ഡ് ആയിട്ട് നമുക്കതിനെ കണക്കാക്കിയാൽ കുറച്ചുകൂടി എളുപ്പമാണ്. ഇത് ഫെയിലാവുന്ന സമയത്താണ് ഇത് നമുക്ക് മനസ്സിലാവുക. അതായത് ഫെയ്ത്ത് ഫെയിലാവുന്നു, നമുക്ക് ദൈവത്തിലുള്ള ഭക്തി, അതിൻ്റെ പുറത്ത് നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുന്നു, താഴെ വീഴുന്നു, കാലൊടിയുന്നു. നമ്മളെന്താ പറയുക? ദൈവം തുണച്ചില്ല, അല്ലെങ്കിൽ കാലല്ലേ ഒടിഞ്ഞുള്ളൂ, ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മൾ പറയുക, അല്ലേ? ഇനി മരിച്ചാലോ, ദൈവത്തിൻ്റെ വിധിയാണ്, ഇങ്ങനെ പറഞ്ഞ് അവിടെ ആശ്വസിക്കും. ഒരിക്കലും നമ്മൾ ദൈവത്തിനെ കുറ്റം പറയില്ല. അതേസമയം ഇതേ വ്യക്തി ചിലപ്പോൾ ഇതുപോലെ വീഴുകയാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ ദ ഫോളിങ് മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ട ചിത്രത്തിൽ താഴെ അയാളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ സ്പോഞ്ചിൻ്റെ ബെഡൊക്കെ വെച്ചു, പക്ഷെ എന്നിട്ടും അതിനകത്ത് അയാൾ വീണു, അയാൾ മരിച്ചു എന്ന് തന്നെ കൂട്ടുക. അങ്ങനെ ഉയർത്തി നിന്ന് വീഴുമ്പോൾ ഉടനെ ആ ബെഡ് നിർമ്മിച്ച കമ്പനിക്കെതിരെ കേസ് കൊടുക്കാനാണ് നമ്മൾ പോവുക, അല്ലേ? കാരണം അവിടെ ഒരു സ്ഥലത്ത് ഭക്തിയാണ് ഫെയിലായത്, മറ്റൊരു സ്ഥലത്ത് ഒരു ട്രസ്റ്റാണ് ഫെയിലായത്. ട്രസ്റ്റ് ഫെയിലാവുന്ന സമയത്ത്, അതായത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ചില ഉറപ്പുകൾ, അതിനെ വിശ്വസിച്ചുകൊണ്ട് ആളുകൾ ചില കാര്യങ്ങൾ ചെയ്യുന്നു. മരുന്ന് വാങ്ങുന്നത് അങ്ങനെയാണ്, സർജറി ചെയ്യുന്നത് അങ്ങനെയാണ്, ഡോക്ടറുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു പറ്റേണൽ പൊസിഷനിലാണ് ആ ഡോക്ടർ അവിടെ നിൽക്കുന്നത്. അതായത് ആ രോഗി എന്ന് പറയുന്ന ആൾ അവിടെ ഒരു വൾണറബിൾ ആയിട്ടുള്ള ഒരാളാണ്, ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അയാളെ ചൂഷണം ചെയ്യാനും എളുപ്പമാണ്. പക്ഷേ ഒരു ഡോക്ടർ അയാളുടെ എത്തിക്കലായിട്ടുള്ള ഒരു പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് വളരെ കൃത്യമായിട്ട് അയാൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് നല്ലത് ഇതാണ്, ഇത് നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരാളൊരു കാര്യം ചെയ്യുകയാണ്. നിർഭാഗ്യവശാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, എന്നാലും
നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോബബിലിറ്റി പ്രകാരം 70% അല്ലെങ്കിൽ 80% സക്സസ് റേറ്റ്. പക്ഷേ ആ ആള് ബാക്കി ഫെയിലാവാൻ ചാൻസുള്ള 20%-ത്തിനകത്താണ് ആൾ പെടുന്നത് എന്നുണ്ടെങ്കിൽ അത് സക്സസ് ആവില്ല. പക്ഷേ സംഭവിക്കുന്നത് ക്ലിനിക്ക് അടിച്ചു പൊളിക്കുന്നു, ഡോക്ടറെ തല്ലിക്കൊല്ലുന്നു എന്നുള്ളതാണ്. നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ് ഡോക്ടർമാർക്ക് നേരെയുള്ള അക്രമം എന്ന് പറയുന്നത്. ഇവിടെയൊക്കെയുള്ള ഡോക്ടേഴ്സിന് നന്നായിട്ട് അറിയാം, അടി കിട്ടിയിട്ടുള്ളവരുണ്ട് പ്രത്യേകിച്ചും. എങ്ങനെയാണ് രോഗികൾ പ്രതികരിക്കുക എന്നുള്ളത്. ഇത് എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണം പ്രധാനമായിട്ടും ഡോക്ടർ പേഷ്യൻ്റ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കുറവ് തന്നെയാണ് അതിൻ്റെ ഒരു കാരണം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഫെയിലാവുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഈ ചികിത്സ ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് രോഗികളെ പറഞ്ഞ് മനസ്സിലാക്കുക, അവരെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കാൻ സമയമെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ചില ഹോസ്പിറ്റൽസിലൊക്കെ അത്തരം വിവരങ്ങൾ പറയാൻ വേണ്ടി മാത്രം ഡോക്ടറിനെ സഹായിക്കാൻ വേണ്ടി വേറെ സ്റ്റാഫുകളെ വെക്കാറുണ്ട്, സോഷ്യൽ വർക്കേഴ്സിനെ വെക്കാറുണ്ട്, ഇത്തരം വിവരങ്ങൾ രോഗികളെ പറഞ്ഞ് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ആ ഒരു പ്രാക്ടീസിൻ്റെ ഇടയിൽ, തിരക്കിൻ്റെ ഇടയിൽ സാധിച്ചോളുന്നില്ല. ഇതാണ് നമ്മളവിടെ കാണുന്നത്. അതുപോലെ തന്നെ ചില വണ്ടികളൊക്കെ ഫെയിലാവുമ്പോൾ ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും, കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നു. കാരണം ആ ട്രസ്റ്റ് ഫെയിലാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ. പക്ഷേ ദൈവം ഭക്തി അത് ഫെയിലായാൽ നമ്മളിങ്ങനെ ഒന്നും പ്രതികരിക്കാറില്ല. അവിടെ എങ്ങനെയെങ്കിലും ദൈവത്തിനെ സേഫായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രധാന ചുമതലയായിട്ട് വരിക. ഇങ്ങനെയാണ് ഭക്തി വർക്കാവുക. ഇനി എന്തുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകുന്നു, എന്തുകൊണ്ട് നമ്മളിങ്ങനെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന ഒരു ചോദ്യം.